ശരിക്കും കർക്കിടകം ദുർക്കിടക എന്ന് പറയും, എല്ലാവരും പറയുന്നതാ. പഴമക്കാർ കേട്ടുപഴകി ശീലമുള്ളൊരു ഒരു പഴഞ്ചൊല്ല അത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് കർക്കിടകം ഒരിക്കലും ദുർക്കിടകമല്ല. കാരണം കർക്കിടകത്തിനായിട്ട് കാത്തിരിക്കുന്ന തൃശ്ശൂരത്തെ ഒരുപാട് ആനപ്രേമികളുണ്ട്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഉത്സവ പ്രേമികളുണ്ട്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ ഭയങ്കര സന്തോഷത്തോടു കൂടി കാത്തിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആനയൂട്ട് അത് തന്നെയാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും. പതിനായിരത്തെട്ട് നാളികേരം കൊണ്ടാണ് സത്യം പറഞ്ഞെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വടക്കുന്നാഥൻ്റെ ആനയൂട്ട് നടന്നു വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആനയൂട്ടും ഗണപതി ഹോമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വടക്കുന്നാഥൻ്റെ മണ്ണ് തന്നെയായിരിക്കും. എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ ആനയൂട്ടിൻ്റെ മഹാത്മ്യം എങ്ങനെയാണ്, ആനയൂട്ട് എങ്ങനെയാണ് തുടങ്ങിയെന്നൊക്കെ. എൻ്റെ ചെവിട്ടിൽ കേട്ടിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം 44 വർഷത്തോളമായി ആനയൂട്ട് നടക്കുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ മുന്നേ ആയിരിക്കാം ഏഷ്യൻ ഗെയിംസിലേക്ക് നമ്മളുടെ ആനകളെ കുറേ പേര് ഉദ്ഘാടന വേള ധന്യമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ട്രെയിനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ അംഗമായിട്ടുള്ള ഒരുപാട് ആനകൾ എത്തിച്ചു. ട്രെയിനിലെ യാത്ര ആനകൾക്ക് സ്വാഭാവികമായിട്ടും ദുഷ്കരമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ വന്നപ്പോൾ ആനകൾക്ക് ഒരുപാട് അസുഖം വന്നു. ആ അസുഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ആണ് വടക്കുന്നാഥനെ സമീപിക്കുന്നതും വടക്കുന്നാഥൻ്റെ മഹാഗണപതിയും ആനയൂട്ടൊക്കെ വരുന്നത്. ഈ കർക്കിടക മാസത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയുമായി ബന്ധപ്പെട്ടിട്ട് ആനയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അറിയാം, കേരളത്തിലെ തൃശ്ശൂരത്തെ ഉത്സവ സീസണൊക്കെ അവസാനിച്ചിട്ടേ ഉള്ളൂ. ഈ ഉത്സവത്തിനൊക്കെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അവസാനം ലാസ്റ്റ് ഈ കർക്കിടകത്തിലാണ് ആനകളുടെ സുഖചികിത്സയും ആനയുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ 1-ാം തീയതി ഈ പറയുന്നത് പോലെ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ വന്നിട്ട് ആനയ്ക്ക് ഊട്ടെടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. മുതലാളിമാരെ സംബന്ധിച്ചും ആനപ്പാപ്പാന്മാരെ സംബന്ധിച്ചും എല്ലാവരെ സംബന്ധിച്ചും വടക്കുന്നാഥനിലേക്ക് ഊട്ടിനെ വിടുക എന്ന് പറഞ്ഞെങ്കിൽ ആനപ്പാപ്പാന്മാർ ആന മുതലാളിമാരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം സംതൃപ്തിയാണ്. കാരണം ആനയുടെ വരും കാലം അല്ലെങ്കിൽ ആനയുടെ നീരുകാലമൊക്കെ ഏറ്റവും ഭംഗിയാവാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ സത്യം പറഞ്ഞാൽ നടന്നു വരുന്നത് വർഷങ്ങളോളമായിട്ട്. ആദ്യം പ്രസാദിക്കുന്നത് മഹാഗണപതി. കർക്കിടക മാസം എല്ലാ ദേവന്മാരും ദേവിയെ അമ്മരൂപത്തിൽ ഇങ്ങനെ ആരാധിക്കണം. ആ സമയത്തിലും നമ്മൾ ആനയുടെ ഗണപതിയെ പ്രസാദിപ്പിച്ച് പിന്നെ കാര്യങ്ങൾ ഈ മാസത്തിൽ നടത്തുന്നത്. അപ്പോൾ എല്ലാ അമ്പലങ്ങളും സമൃദ്ധിയായിട്ട് അന്നദാനം ചെയ്യണം നമുക്ക്. അപ്പോൾ എല്ലാ ഭക്തജനക്കും പട്ടിണി ഉണ്ടാവില്ല. കർക്കിടക രാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പൂർണ്ണശക്തിയുടെ അമ്മയാണത്. വൃദ്ധം എന്ന് വെച്ചാൽ അമ്മയെന്ന് വിളിച്ചാൽ മതി ആണിത്. അപ്പോൾ എല്ലാ അമ്പലങ്ങളും അന്നദാനം ഉണ്ടായിരിക്കും. പട്ടിണി പാടില്ല. പഞ്ഞമാസം ഇത് അപ്പോൾ പട്ടിണി വരാൻ പാടില്ല. നമുക്ക് എല്ലാ ഭക്തജനക്കും വയറിറച്ച് ഭക്ഷണം അതെല്ലാ അമ്പലങ്ങളും ഉണ്ടായിരിക്കും. കഴിഞ്ഞു, ആനകളും പോയി, പാപ്പാനും പോയി, മുതലാളിമാരും പോയി, ആൾക്കാരും പോയി. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം പിന്നിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കണമെങ്കിൽ അമ്പലം നമ്മൾ ഇവരില്ലാതെ പറ്റില്ല. ഇവരാണ് കേട്ടോ സന്തോഷം. അതൊക്കെ വടക്കുന്നാഥൻ കാണുന്നുണ്ട് ഇല്ലേ? അതെ, 25 കൊല്ലായി എന്ന് പറയുന്നത്. സന്തോഷമായിട്ടിരിക്കട്ടെ. 80 വയസ്സ്, സ്റ്റിൽ യങ്. ശരി ട്ടാ, അടിപൊളിയായിട്ടിരിക്കട്ടെ. അടിപൊളി. താങ്ക് യു.